കണ്ടുകിട്ടിയോന്ന് അറിയില്ലല്ലോ. ശോ, അവളും ഗൗതമും കൂടി എവിടെ പോയതായിരിക്കും? ദൈവമേ, ഞാൻ പേടിച്ചത് തന്നെ സംഭവിക്കോ? ആ നിർമ്മല ഗൗതമിനെ എവിടേക്കെങ്കിലും മാറ്റി നിർത്തി എല്ലാം തുറന്നു പറയുമായിരിക്കോ? എന്തായി? നിർമ്മലെ കണ്ടുകിട്ടിയോ? എന്തായി കാര്യങ്ങൾ? നിധി, എന്താ നീ എന്താ ഗൗതമിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അമ്മേ, അത് എന്താ മോനെ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? നീ എന്തെങ്കിലും ഒന്ന് പറ. നിർമ്മലെ കിട്ടിയില്ലേ? അവക്ക് എന്തെങ്കിലും പറ്റിയോ? പ്രശ്നം എന്താടാ? എന്തായാലും എന്നോടൊന്ന് പറ. അമ്മേ, അത് നിർമ്മലന്റെ കിട്ടി. കിട്ടിയോ? എന്നിട്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചത്? അല്ല, അവൾ എവിടെ പോയിരുന്നതാ? എവിടുന്ന് കിട്ടിയത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, പറ. അവളെന്തിനാ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? നീ പറ മോനെ. ഗൗതം മോനെ, എന്താ നിധി ഇത്? ഗൗതം എന്തിനാ ദേഷ്യപ്പെട്ട് കയറി പോയത്? അത് ഒന്നുമില്ല. ഞാനും ഗൗതവും തിരികെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ആന്റി അവിടെ ഉണ്ടായിരുന്നു. അതിന് ഇവൻ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? അത് വേറൊന്നുമല്ല. നിർമ്മലെ സംബന്ധിക്കുന്ന എന്തെങ്കിലും രഹസ്യം ഗൗതം അറിഞ്ഞോ? പറ നിധി, അവൻ എന്തെങ്കിലും അറിഞ്ഞോന്ന്? എനിക്ക് ടെൻഷൻ ആവുന്ന എന്തെങ്കിലും ഒന്ന് പറ. അമ്മ പേടിക്കുന്ന പോലൊന്നുമില്ല. ഗൗതം ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം? ഗൗതമിന് എന്താ പറ്റിയത്? വേറൊന്നുമല്ല അമ്മ, നിർമ്മലാന്റി അന്വേഷിച്ച് കുറെ അലഞ്ഞതല്ലേ, അതിന്റെ ദേഷ്യം. ഈ നിർമ്മല എന്തിനിങ്ങനെയൊക്കെ കാണിക്കുന്നത്? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അമ്മ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒന്ന് നിന്നേ. ദൈവമേ, ഈ പാവത്തിനോട് ഇനിയും എന്തെല്ലാം കള്ളങ്ങൾ പറയേണ്ടി വരും? ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കുവോ? മോളെ, ഗൗതമിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുക. നീ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഗൗതമിനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കട്ടെ.